ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളെ ക്രിസ്മസിൻ്റെ കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. നമ്മളെ റിസുട്ടിൻ്റെ അംഗനവാടിയിലത്തെ കുഞ്ഞു പ്രോഗ്രാമാണ് കേട്ടോ. അപ്പോൾ അന്ന് ക്രിസ്മസിൻ്റെ മുന്നേ തന്നെ അംഗനവാടിയിൽ പരിപാടി കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്രിസ്മസിൻ്റെ അന്ന് റിസുട്ടിക്ക് നല്ല പനിയിന്. അപ്പോൾ പനിക്ക് എനിക്കും പനിയിന് കേട്ടോ. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. റെഡി ആവാനുള്ളൊരു ഒരുക്കത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ ഹനൂസ് മോനും മിന്നുട്ടിനെയും സ്കൂൾക്ക് പറഞ്ഞയച്ച് അതിന് ശേഷം ഞാനും റിസൾട്ടും കൂടെ ഒരുങ്ങാനുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ പനിയും പിന്നെ കല്യാണങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് നോക്കലുണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് ദിവസം ജസ്റ്റ് ഒന്ന് നോക്കും, അപ്പോൾ അത് പിന്നെ മറക്കും ചെയ്യും. അങ്ങനെ ഒരു 10-10:30 മണിയായപ്പോൾ റിസുട്ടിൻ്റെ ടീച്ചർ വിളിക്കണുണ്ട് കേട്ടോ. റിസുട്ടി ഇന്നില്ലേന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ അവനക്ക് പനിയാണ്, ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോവുകയാണ് കേട്ടോ. അപ്പോഴാണ് ടീച്ചർ പറഞ്ഞത് കേക്ക് മുറിക്കണുണ്ട്, വേഗം പെട്ടെന്ന് വന്നിട്ട് പോകുകയെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ആകെ അന്തം വിട്ടിട്ടോ. ഇന്നായിരുന്നു റിസുട്ടിൻ്റെ കേക്ക് മുറി, ക്രിസ്മസ് ആഘോഷം എന്നുള്ളത്. ഞാൻ പെട്ടെന്ന് എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ. അപ്പോൾ ഞാൻ മോട്ടറൊക്കെ ഇട്ടിട്ട് പിന്നെ കുളി കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോകാനുള്ളൊരു ഇതിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ എന്നും സുബഹിക്ക് മോട്ടർ വിടും കേട്ടോ. പക്ഷേ ഞാൻ മോട്ടർ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ മോട്ടർ ഇട്ട പാട് ഞാൻ അവനെ പെട്ടെന്ന് ചൂടുവെള്ളം കാച്ചിയിട്ട് കുളിപ്പിച്ച് ഞാൻ അവനേറ്റവും അംഗനവാടിക്ക് പോകാൻ ഒരുങ്ങിയിട്ട് പെട്ടെന്ന് ഞാൻ ഡ്രസ്സൊക്കെ ഫർദൊക്കെ ഇട്ടിട്ട് അവനെയും ഒരുക്കിക്കാണ്ട് ജസ്റ്റ് ഒന്ന് ഒരുക്കിയിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ കാരണം അവൻ എത്തുമ്പോഴത്തേന് കേക്ക് മുറി കഴിയുകയാണെങ്കിൽ അവനക്ക് ഭയങ്കര വിഷമാവില്ലോ എന്ന് ഉദ്ദേശിച്ചിട്ട് പെട്ടെന്ന് ഒരുക്കി ഡോറൊക്കെ പൂട്ടിയിട്ട് ഡോറൊക്കെ പൂട്ടിയിട്ട് ഞാനും റിസുട്ടും കൂടെ അങ്ങനെ റിസുട്ടിനെ ഞാൻ എടുത്തിട്ട് എല്ലാം ഓടി പോയിട്ടോ. കാരണം എൻ്റെ റിസുട്ടിയോടെ എത്തുമ്പോഴത്തേന് കേക്ക് മുറി കഴിഞ്ഞാൽ ആ വിഷമം ഭയങ്കരമായിരിക്കും. കാരണം ടീച്ചർ പറഞ്ഞ അന്ന് മുതൽ അവൻ തുടങ്ങിയിരിക്കുന്നുണ്ട് എനിക്ക് ക്രിസ്മസ് അപ്പൂപ്പൻ്റെ തൊപ്പിയും ഡ്രസ്സും ഒക്കെ വാങ്ങിത്തരണം എന്നറിയണം. അപ്പോൾ ഞാനത് അത്ര മൈൻഡാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇനിയും ദിവസങ്ങളുണ്ടല്ലോ എന്നൊരു ഊഹത്തിലായിരുന്നു. അങ്ങനെ ഞാൻ ഓടി കതച്ച് ഞാൻ അംഗനവാടിയിലെത്തിയിട്ടോ. പക്ഷെ അവിടെ അങ്ങനെ ഒരുക്കങ്ങളൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ അത്ര ഓടി വരേണ്ടിയിരുന്നില്ല. കാരണം ഭയങ്കര നെഞ്ഞ് വേദനയും അവനെടുത്ത് ഓടിയിട്ടുള്ള പ്രയാസം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഏതായാലും അൽഹംദുലില്ലാ പരിപാടിയൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കഴിഞ്ഞിട്ട് നല്ല വിഷമമായിരുന്നില്ല. അതായത് അവന് തൊപ്പിയൊക്കെ എടുത്തിട്ട് ഞാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കണം. അങ്ങനെ ഞങ്ങൾ കേക്ക് മുറി തുടങ്ങി കേട്ടോ. കേക്ക് മുറിക്കണ മുന്നേ അവൻ്റെ അംഗനവാടിയിലത്തെ റീച്ചിൽ പറഞ്ഞൊരു കുട്ടിക്ക് ഈ 3 മീറ്റർ 5 മീറ്റർ സ്പോർട്സിൽ ഓട്ടത്തിൽ ഫസ്റ്റൊക്കെ കിട്ടിയിട്ട് അവൾക്കൊരു ടീച്ചർ വക ഒരു ട്രോഫിയൊക്കെ കൊടുത്തുവിട്ടു. അതിന് ശേഷമാണ് ഞങ്ങൾ കേക്ക് മുറിച്ചത്. അങ്ങനെ കേക്ക് മുറിച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ എല്ലാവരും പായസമൊക്കെ കുടിച്ചിട്ട് അങ്ങനെ പോകുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഭയങ്കര സന്തോഷമായി.